എങ്ങനെയുണ്ട്? നല്ല സിനിമയാണ് ചേട്ടാ, പോയി കാണൂ എല്ലാരും. വിനീത് ശ്രീനിവാസനോട് 2 പടങ്ങൾ ചെയ്തു, അതെ. നല്ല റോൾ ചെയ്തു, 2 മെമ്പർ ഹിറ്റുകളാണ്. അതെ, തീർച്ചയായിട്ടും എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. കാരണം വിനീതേട്ടൻ നമ്മളെ വിളിച്ച് സെൽവ എന്നൊരു കഥാപാത്രം തരുമ്പോൾ ഓക്കെ, ഇതിന് മുകളിൽ എന്തായാലും ഇനിയൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടില്ലായിരിക്കും, ആഗ്രഹം ഉണ്ട്. എന്നാലും വിനീതേട്ടൻ വീണ്ടും വിളിക്കുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ വീണ്ടും വിളിച്ചിട്ട് സെൽവയെ പോലെ അല്ല, വേറൊരു കഥാപാത്രം ഇന്ദ്ര എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതില് സെൽവ ഇതിലെ ഇന്ദ്ര എന്നൊക്കെ പറയുന്ന പോലെ വേറൊരു ഷെയ്ഡാണ് ഈ കഥാപാത്രത്തിന്. പക്ഷെ എന്നിരുന്നാലും ആ കഥയ്ക്ക് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വീണ്ടും ഒരു നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്നതിന് വിനീതേട്ടന് വലിയൊരു നന്ദി മാത്രമാണ് ഈ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതിൽ പരം നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ സിനിമ വർക്കാവുന്നു എന്നുള്ളതാണ്. എല്ലാവരും സിനിമ കൈയടിച്ച് കാണുന്നു, ചിരിക്കുന്നു, എന്താണ് ചെറുതായിട്ടൊന്ന് കരയുന്നു. അപ്പം അവസാനം ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ഫുൾ എന്താ പറയുക, ഹോൾ ഹാർട്ടഡ് ഫീലിങ്ങോടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി, അത് വിനീതേട്ടൻ സിനിമയാകുമ്പോൾ അതിൽ ഇരട്ടി മധുരവും ഇരട്ടി സന്തോഷം. അത്രേ ഉള്ളൂ. ഈ ഒരു സിനിമയില് മലയാളത്തിലെ യുവജനങ്ങൾ മൊത്തം അണിനിരന്ന സിനിമയാണ്. പ്രണവ് മോഹൻലാലിനോടൊപ്പം അതെ, അപ്പുവിന്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റിയതാണ് വലിയൊരു സന്തോഷം. ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിൽ തന്നെ ഞാനും അപ്പുവും ഒരുമിച്ച് കടപ്പുറത്ത് ഇരിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പറയുമായിരുന്നു, അരുണും സെൽവയും ഇരിക്കുന്ന പോലെ തന്നെയാണ് മുരളിയും ഇന്ദ്രയും ഇരിക്കുന്നത്. അപ്പൊ വിനീതേട്ടൻ അതിങ്ങനെ ക്യാമറ വെച്ചിട്ട്, അയ്യോ നിങ്ങളെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് അരുൺ സെൽവ ആ ഓർമ്മ. അപ്പം അപ്പു അത് തന്നെ പറഞ്ഞു. കാരണം അപ്പു 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീണ്ടും വന്ന് അഭിനയിക്കുന്നത് ആ സിനിമയിൽ. നമ്മൾ വേറെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പൊ അപ്പുവിന് ഭയങ്കര ഒരു എന്താണ് ഇമോഷണൽ ഡേ ആയിരുന്നു അന്ന്, ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പുവായിട്ടും ധ്യാനുമായിട്ടും ഇപ്പം വർഷങ്ങൾക്ക് അതിനുശേഷം ഇപ്പോൾ ഒരു 3 പടം ഒരുമിച്ച് ഞങ്ങൾ ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക, ഇവരുമായിട്ടൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്കും ഉള്ള ഒരു കംറാഡറിയും, ഇപ്പൊ ഇതൊരു വിനീത് ശ്രീനിവാസൻ യൂണിവേഴ്സ് അല്ല, വിനീത് ശ്രീനിവാസൻ ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്നാണ് വിനീതേട്ടൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഫാമിലിയുടെ ഭാഗമാവാൻ, ഒരു ചെറിയ ഭാഗമാവാനെങ്കിലും പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. താങ്ക് യു. വളരെ നന്നായിരുന്നു. അതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ ആണ്, ഗംഭീര സിനിമയാണ്. കോസ്റ്റ്യൂം ഡിസൈനിലൂടെ ചോദിച്ചിരിക്കാം. ഇപ്പൊ പല കാലഘട്ടങ്ങളിൽ, അതായത് സാധാരണ ജീവിതത്തിലെയും അല്ലെങ്കിൽ സിനിമയിലുള്ള ജീവിതം, അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് കോസ്റ്റ്യൂം എന്ന് തന്നെ പല കാലഘട്ടത്തിലും പല രീതിയിലുള്ള കോസ്റ്റ്യൂംസ് ആണ് ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. സോ അതെങ്ങനെയുണ്ടായിരുന്നു വർക്ക് ചെയ്തപ്പോൾ? വളരെ നല്ലതായിരുന്നു, ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു ടീം വർക്ക് ആയിരുന്നു, എല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തതിന് ഒരു രസവും സന്തോഷം എല്ലാം ഉണ്ടായിരുന്നു. വിനീതനോട് നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ? വർക്ക്ഔട്ട് ആയതാണ് ഇതിന് കാരണം ആണെന്ന് തോന്നുന്നു. എല്ലാവരുടെയും കോസ്റ്റ്യൂംസിന് ഈക്വൽ റെഫറൻസ് വേണ്ടി എന്നായിരുന്നു. പക്ഷെ നിങ്ങളല്ലേ പറയണ്ട ആരുടെ കിട്ടാവും. നിങ്ങൾക്ക് പീരിയഡ് ആണല്ലോ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ യുണീക്നെസ് ലൈക്ക് എന്താ പറയാ, മുഴച്ചു നിൽക്കാണ്ടിരിക്കുന്ന കോസ്റ്റ്യൂം ചെയ്യാന്നുള്ളതായിരുന്നു. ഐ ഡോണ്ട് നോ അത് വർക്ക് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ പറയണം. അത് ഹൃദയത്തിന്റെ റെഫറൻസ് ആക്ച്വലി. ഹൃദയത്തിൽ സംഭവിച്ച സീക്വൻസ് ആണെന്നാണ് വിനീത് പറഞ്ഞത്. ആണല്ലോ. താങ്ക് യു. ഇപ്പൊ പടം കാണാം. ഇതന്നെ മെയിൻലി വിനീതേട്ടന്റെ സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്പെഷ്യലാണ്. ഫാമിലി ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒരുപാടുള്ള ഒരു സിനിമയാവും നമുക്കറിയാം. വർഷങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ച് ധ്യാനിന്റെയും അപ്പുവിന്റെയും ഫ്രണ്ട്ഷിപ്പിന്റെ കഥകളിലൂടെ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. ഗംഭീര സിനിമയാണ്. കുറെ അധികം ചിരിക്കാനുണ്ട്, കുറെ അധികം ഇമോഷണൽ സീൻസ് ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ നിവിൻ പോളിയൊക്കെ വരുന്നത് വൻ പൊളിയാണ്. അതുപോലെ ഒരുപാട് സ്റ്റാർസ് ഉള്ള ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിന് തീർച്ചയായിട്ടും തിയേറ്ററിൽ കണ്ട് ചിരിച്ച് പുറത്തിറങ്ങാവുന്ന ഒരു ഗംഭീര പടമാണെന്നുള്ള ഗ്യാരണ്ടി ഉണ്ട്. അടിപൊളിയാണ്. ഉറപ്പായിട്ടും വരുമല്ലോ. കാരണം ലാലേട്ടന്റെ സ്വാഗ് ഒക്കെ അതേപോലെ കിട്ടിയിരിക്കുന്ന വേറെ ആരും. അപ്പൂന് ഓൾറെഡി അവനൊരു സ്വാഗ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കുറെ സ്ഥലത്ത് അങ്ങനെ തോന്നും. പിന്നെ അതുപോലത്തെ കുറെ റെഫറൻസും ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണണം എന്തായാലും. ഈ സമയത്ത് തന്നെ ഒരുപാട് ട്രോളുകളും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം ട്രോൾ ചെയ്തിട്ടുണ്ട്. അത് സ്വീകരിക്കാത്ത രീതിയാണ്. അല്ല, വിനീതേട്ടൻ തീർച്ചയായിട്ടും ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്, നമുക്ക് തന്നെ അറിയാം. അപ്പൊ വിനീതേട്ടൻ പിന്നെ എല്ലാം അതിൻ്റെതായ സെൻസിൽ എടുക്കുന്ന ഒരു കിടലൻ ഡയറക്ടറാണ്. ഒരു നിമേഷ് ചേട്ടൻ, നമസ്കാരം. പടം കൊള്ളാം, അടിപൊളി. കാലഘട്ടം സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു കാലഘട്ടം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പഴയ മദ്രാസ്
അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ട്രെയിൻ മുതൽ അവിടെ കേരളത്തിൽ നിന്നുള്ള അങ്ങോട്ടുള്ളൊരു യാത്ര, അതാണ് നമുക്ക് വെല്ലുവിളിയായിട്ടുള്ളത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മറ്റുള്ളവരും കൂടെ പറയണം, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമ കണ്ടിട്ട് തന്നെ അഭിപ്രായം പറയാം എല്ലാവരും. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഏതൊരു സിനിമ? അത് പഴയ മദ്രാസ് കോടമ്പക്കം സ്ട്രീറ്റ് അത് തന്നെയാണ്. പിന്നെ അവിടുത്തെ റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് ഇതെല്ലാം. ഓക്കെ, സന്തോഷം. വളരെ നല്ല വിജയമായിട്ട്